നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷീല കുരാക്കാർ. യൂണിവേഴ്സിറ്റി കോളേജ് AR സെന്ററിന്റെ പുതിയ മന്ദിരം ഇന്ന് തുറക്കും. പ്രവാസി വോട്ടർമാരുടെ അപേക്ഷ പരിഗണിക്കുന്നില്ല. സണ്ണി ജോസഫ്. ജെസ്സി ജാക്സൺ അന്തരിച്ചു. ഹാമർ മിസൈൽ നിർമ്മിക്കാൻ ഇന്ത്യ. തെരഞ്ഞെടുപ്പ് ഏപ്രിലിൽ. മാരുതിയുടെ ആദ്യ ഇവിറ്റാര പുറത്തിറങ്ങി. സംസ്ഥാനത്തെ മുഴുവൻ ബാറുകളുടെയും പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചു. വാർത്തകൾ വിശദമായി. യൂണിവേഴ്സിറ്റി കോളേജ് AR സെന്ററിന്റെ പുതിയ മന്ദിരം ഇന്ന് തുറക്കും. കോളേജിലെ ആദ്യ മലയാളി പ്രിൻസിപ്പളും മലയാളം സംസ്കൃത വിഭാഗങ്ങളുടെ ആദ്യ മേധാവിയുമായിരുന്ന കേരള പാണിനി AR രാജരാജവർമ്മയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ ബ്ലോക്ക് പൈതൃക പദവിയുള്ള കെട്ടിട സമുച്ചയമാണ്. പ്രൗഢഗംഭീരമായ മന്ദിരം കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായിരുന്നു. കിഫ്ബി ഫണ്ടിൽ നിന്ന് 3.5 കോടി രൂപ ചെലവഴിച്ചാണ് പൈതൃക സ്മാരകത്തിന്റെ നവീകരണം. ഇന്ന് 3-ന് മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വകുപ്പ് മേധാവികളായും അധ്യാപകരായും വിദ്യാർത്ഥികളായും ഇവിടെ ഉണ്ടായിരുന്നു. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ഡോക്ടർ KM ജോർജ്, CL ആന്റണി, G. ശങ്കരപ്പിള്ള, ആറ്റൂർ രവിവർമ്മ, MK സാനു, N. മോഹനൻ, പുതുശ്ശേരി രാമചന്ദ്രൻ തുടങ്ങിയവർ വിദ്യാർത്ഥികളായിരുന്നു. മലയാളം, ഹിന്ദി, സംസ്കൃതം വിഭാഗങ്ങളിലെ ക്ലാസ് മുറികളും മലയാളം വിഭാഗത്തിന്റെ ലൈബ്രറിയുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. AR ഉപയോഗിച്ചതും രചിച്ചതുമായ അപൂർവ കൈയെഴുത്ത് പ്രതികളും ആദ്യകാല പതിപ്പുകളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പ്രവാസി വോട്ടർമാരുടെ അപേക്ഷ പരിഗണിക്കുന്നില്ല. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പ്രവാസികൾ നൽകുന്ന അപേക്ഷയിൽ ബൂത്ത് രേഖപ്പെടുത്താൻ ഓപ്ഷൻ ഇല്ലാത്തതിനാൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ അപേക്ഷ പരിശോധിക്കുന്നില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ഫോം 6A പ്രകാരം അപേക്ഷ നൽകിയ 3.5 ലക്ഷത്തോളം പ്രവാസികൾ ഇത് കാരണം അന്തിമ പട്ടികയിൽ ഉൾപ്പെടാതെ വരും. മേൽവിലാസം നോക്കി യഥാർത്ഥ ബൂത്തുകളിൽ ഇവരെ ചേർത്ത് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അദ്ദേഹം കത്ത് നൽകി. ജെസ്സി ജാക്സൺ അന്തരിച്ചു. US-ൽ കറുത്ത വർഗ്ഗക്കാരുൾപ്പെടെ നേരിടുന്ന വംശീയ വിവേചനത്തിനെതിരെയുള്ള പോരാട്ടങ്ങളിൽ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിനോടൊപ്പമുണ്ടായിരുന്ന പൗരാവകാശ പ്രവർത്തകൻ ജെസ്സി ജാക്സൺ അന്തരിച്ചു. ബാപ്റ്റിസ്റ്റ് സഭ വൈദികനും പേരുകേട്ട പ്രഭാഷകനുമായിരുന്നു. 1984-ലും 1988-ലും US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാൻ മത്സരിച്ച് പരാജയപ്പെട്ടു. 1990-കളിൽ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ US പ്രസിഡന്റായിരിക്കുമ്പോൾ ആഫ്രിക്കയിലേക്കുള്ള പ്രത്യേക പ്രതിനിധിയായി സേവനമനുഷ്ഠിച്ചു. സിറിയ, ഇറാഖ്, ക്യൂബ ഉൾപ്പെടെ രാജ്യങ്ങളിൽ തടവിലാക്കപ്പെട്ട അമേരിക്കൻ പൗരരുടെ മോചനത്തിനായുള്ള നയതന്ത്ര ദൗത്യങ്ങളിലൂടെയും ശ്രദ്ധേയനായി. 2000-ൽ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നൽകി ക്ലിന്റൺ ആദരിച്ചു. ഹാമർ മിസൈൽ നിർമ്മിക്കാൻ ഇന്ത്യ. ഇന്ത്യയിൽ ഹാമർ മിസൈലുകൾ നിർമ്മിക്കാൻ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഫ്രഞ്ച് പ്രതിരോധ കമ്പനിയായ സഫ്രാനും തമ്മിലുള്ള സംയുക്ത സംരംഭത്തിന് ഇന്ത്യയും ഫ്രാൻസും ഒപ്പുവെച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിന് എത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുംബൈയിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലാണ് ധാരണയായത്. ഇരു രാജ്യങ്ങളും കരസേനാ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥരെ പരസ്പരം വിന്യസിക്കുന്നത് ഉൾപ്പെടെ 21 കരാറുകളും ഇതിനു പുറമെയുണ്ട്. നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാൻ ഇരട്ട നികുതി ഒഴിവാക്കും. ഫ്രാൻസുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായെന്നും ആഗോള സ്ഥിരതയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ആരോഗ്യ മേഖലയിലെ നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്നിവയിൽ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ഇൻഡോ ഫ്രഞ്ച് സെന്ററുകൾ ആരംഭിക്കും. എയ്റോനോട്ടിക്സ് രംഗത്തും കൂടുതൽ സഹകരണമുണ്ടാകും. പ്രതിരോധം, വ്യാപാരം, സാങ്കേതികവിദ്യ, പുനരുപയോഗം, ഊർജം, ആരോഗ്യം എന്നീ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തും. ഇന്ത്യ ഫ്രാൻസ് നവീകരണ വർഷം ഇരു നേതാക്കളും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് ഏപ്രിലിൽ. കേരളം, ബംഗാൾ, ആസാം, തമിഴ്നാട്, കേരളം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാർച്ച് പകുതിയോടെ ആയിരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂചന നൽകി. ഏപ്രിലിൽ ആയിരിക്കും തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തവണ ഫെബ്രുവരി 25-നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാലതാമസം മൂലമാണ് ഇത്തവണ മാർച്ചിലേക്ക് നീളുന്നതെന്നാണ് സൂചന. കേരളത്തിൽ 21-ന് പ്രസിദ്ധീകരിക്കും. ബംഗാളിൽ ഈ മാസം 29-നാണ്. 5 നിയമസഭകളുടെയും കാലാവധി മെയ്, ജൂൺ മാസങ്ങളിൽ വ്യത്യസ്ത തീയതികളിലാണ് അവസാനിക്കുന്നത്. മാരുതിയുടെ ആദ്യ ഇവിറ്റാര പുറത്തിറങ്ങി.
മാരുതി സുസുക്കി രാജ്യത്തെ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളുടെ പട്ടികയിലേക്ക് ഔദ്യോഗികമായി ചുവടുവെച്ചു. ബാസ് മാതൃകയിലാണ് വാഹനത്തിൻ്റെ വില നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് ബാറ്ററിയുടെ വില ഒഴിവാക്കി വാഹനത്തിന് മാത്രമായി കുറഞ്ഞ വില നൽകാം. ബാറ്ററിക്ക് വാടക നൽകണം. 10.99 ലക്ഷം രൂപയാണ് പ്രാരംഭ വില. ബാറ്ററിക്ക് കിലോമീറ്ററിന് 3.99 രൂപ നിരക്കിൽ വാടക നൽകണം. പൂർണ്ണമായി പണം നൽകി വാങ്ങാനുള്ള ഓപ്ഷനുമുണ്ട്. 18 മുതൽ 25 ലക്ഷം വരെ ആയിരിക്കും വിലയെന്നാണ് റിപ്പോർട്ടുകൾ. 21,000 രൂപ മുടക്കി നെക്സ വഴി ബുക്ക് ചെയ്യാം. മാർച്ചിൽ ഡെലിവറി ആരംഭിച്ചേക്കും. 440 കിലോമീറ്റർ, 543 കിലോ വാട്ട് എന്നിങ്ങനെ 2 ബാറ്ററി ഓപ്ഷനുകളാണ് ഉള്ളത്. ബാറുകൾ രാവിലെ 10 മുതൽ രാത്രി 12 വരെ. സംസ്ഥാനത്തെ മുഴുവൻ ബാറുകളുടെയും പ്രവർത്തന സമയം സർക്കാർ 2 മണിക്കൂർ വർദ്ധിപ്പിച്ചു. ഇനി മുതൽ രാവിലെ 10-ന് എല്ലാ ബാറും തുറക്കാം. രാത്രി 12-ന് അടച്ചാൽ മതി. ഇതുവരെ രാവിലെ 11 മുതൽ രാത്രി 11 വരെയായിരുന്നു പ്രവർത്തന സമയം. എന്നാൽ ക്ലബ്ബുകൾക്ക് 11 മുതൽ 11 എന്ന സമയക്രമം തുടരും. 5 സ്റ്റാർ ബാറുകൾക്ക് വാർഷിക ഫീസായി 5 ലക്ഷം രൂപ അധികം അടച്ചാൽ പുലർച്ചെ 3-ന് അടച്ചാൽ മതി. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി വീണ്ടും കാണാം.